പുരുഷന്മാരാണ് കൂടുതലും ഇപ്പൊ സിനിമകൾ അല്ല അങ്ങനത്തെ കഥകളാണ് വരുന്നത്. സ്ത്രീകൾ വെറുതെ വന്നു പോകുന്നതും വളരെ അപൂർവമാണ്. എനിക്കിപ്പോ നാളെ സിനിമ വരും. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂല് ഞാനിത് പറയുന്നത് കൊണ്ട് നാളെ ചിലപ്പോൾ ആൾക്കാർ പറയും ആ ദിവ്യ വിളിക്കേണ്ട അവർ അഹങ്കാരിയാണെന്ന് പറയുമായിരിക്കാം. ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായി രണ്ട് സുന്ദരികളാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ശരിക്കും ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ പുട്ടിയിടേണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോയി. അതിന്റെ അർത്ഥം നമ്മൾ പുട്ടിയിട്ടിട്ടാണ് സുന്ദരികളായത്. വേണോ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ദൈവം തന്നൊരു സൗന്ദര്യം ഉണ്ടല്ലോ, അതുപോലെ. പറയാനുള്ളത് ആരാണെങ്കിലും മോത്തൊക്കെ പറയും. തീരുമാനമൊക്കെ പറയെങ്കിലും തീരുമാനം ബാക്കിയുള്ളവർ ചെയ്യാനൊക്കെ ചെയ്യും. നമ്മൾ പറയും എടുത്തടിച്ച പോലെ പറയും. ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നി പഴയ മോഹൻലാൽ സിനിമ മറ്റേ മിഥുനത്തിലെ ഒടക്കി തേങ്ങ. പല സീൻസും നമുക്ക് ഡബ് ചെയ്യുമ്പോൾ അപ്പാക്കാൻ പറ്റും. നമ്മൾ പറയും ഡബിൽ പിടിക്കാം. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ഡയലോഗ്സ് നമ്മള് കാണാപ്പാടാണല്ലോ പറയുന്നത്. പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ സിനിമയില്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നമ്മള് നൈസായിട്ട് ഇതൊക്കെ മാറ്റിയൊക്കെ ഡബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ. ഇതൊക്കെ റെക്കോർഡ് ചെയ്താണ് കേട്ടോ. ഇതൊക്കെ ഇവരുടെ ട്രേഡ് സീക്രട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ സിനിമ കാണും. അത് സിനിമ കാണുക എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഇതാണ്. ഇപ്പം ചേട്ടനാണെങ്കിലും കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ എല്ലാ സിനിമയും പോയി കാണുമായിരുന്നു. അപ്പം ഞാനും ചേട്ടനും കൂടെ പിന്നെ പോകാൻ തുടങ്ങി. ഒരു ദിവസമൊക്കെ നമ്മൾ 3 സിനിമ കാണാറുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ തിയേറ്ററിൽ പോയി കാണും. അങ്ങനെ സിനിമ കല്യാണം കഴിച്ചത് നശിപ്പിച്ചു. നമുക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടെ അഭിനയ സാധ്യത വരുന്നത് ക്യാരക്ടർ റോൾസ് നായികമാർക്ക് ഇല്ലെന്നല്ല. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചെന്ന് ശ്രുതി പറഞ്ഞു. ദിവ്യ അത്രയും എക്സൈറ്റഡ് ആയിട്ട് മലയാളികൾ പറയുന്ന ഒരു പേര് വേറെ ഇല്ല അല്ലെ മമ്മൂക്ക. എങ്ങനെയാണ് ഈ അഭിനയിക്കുമ്പോ അപ്പം ചിലർ പറയും നോക്കി. പുഴുവിൽ അദ്ദേഹം ഒരു ലിനന്റെ ഒരു ഷർട്ടും പാന്റും ഇട്ടിട്ട് ഒരു സീൻ ഉണ്ട്. സാറ് വരുന്നു, മമ്മൂക്ക വരുമ്പോ എല്ലാരും ഒന്ന് അലേർട്ട് ആവും. അപ്പൊ നമ്മള് അലേർട്ട് ആയിട്ടിരുന്നു. അപ്പൊ അദ്ദേഹം വന്നു, ഒരു ലിനൻ ഷർട്ടും പാന്റും. എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റൂല. ശരിക്കും ലിറ്ററലി എന്തൊരു ഹാൻസം ആണെന്നറിയോ അദ്ദേഹം, എന്തൊരു ഹാൻസമാ. അത് ആ ഡ്രസ്സ് അദ്ദേഹം ക്യാരി ചെയ്തത് കൊണ്ടാണ് അതിന് ആ ഡ്രസ്സിന് പോലും അത്രയും ഭംഗി തോന്നിയെന്ന് എനിക്ക് തോന്നി. മമ്മൂക്ക വരുമ്പോ തന്നെ നമുക്ക് പേടിയല്ല, ഒരു സ്നേഹവും ഒരു റെസ്പെക്റ്റും ഇങ്ങനെ വരും. അപ്പൊ ആ ഒരു ഓറയുണ്ട്. ലൈക് നമുക്ക് ഇങ്ങനെ വരുമ്പോ തന്നെ എല്ലാരും ഭയങ്കര അലേർട്ടായിട്ട് വരുവാണ്. നമുക്ക് വരുന്ന നേരെ എന്നോട് എന്തോ പറഞ്ഞു, എനിക്ക് എന്താന്ന് പോലും ഓർമ്മയില്ല. നമ്മളെ കംഫർട്ടബിൾ നേഴ്സിന്റെ എന്തോ പറഞ്ഞു എന്നോട്. അപ്പൊ തന്നെ ഞാൻ മറ്റേ ഐസ് ബ്രേക്കിംഗ് പരിപാടി. പിന്നെ നമ്മൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. ചോദിച്ചു വാങ്ങിക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതാണത്. വരുന്ന പരിപാടിയാണ്. സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്ത് വേണം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പറയും ചെയ്യാൻ പറ്റില്ല. ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായി രണ്ട് സുന്ദരികളാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ദിവ്യയും ശ്രുതിയും. വെൽക്കം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ പുട്ടിയിടേണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോയി. അതിന്റെ അർത്ഥം നമ്മൾ പുട്ടിയിട്ടിട്ടാണ് സുന്ദരികളായത്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടുപേരെയും ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സന്തോഷം. നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഭരതനാട്യത്തെ കുറിച്ചാണ് അല്ലെ. സൈചേട്ടൻ തൊട്ട് മുന്നത്തെ ഇന്റർവ്യൂല് പറയുകയായിരുന്നു ചേട്ടത്തിയും അനിയത്തിയുമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ദിവ്യ ചേട്ടന്റെ പേരാണോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ട്രെയിലർ കാണുമ്പോൾ ഞങ്ങള് പേരായിട്ടുണ്ട്. ഈ സിനിമയിലല്ല, വേറെ സിനിമയിൽ. അപ്പം ഇപ്പൊ ദിവ്യ പറഞ്ഞ ഞങ്ങളെ പോലൊക്കെ ദിവ്യ ആങ്കർ ആയിരുന്നു, RJ ആയിരുന്നു, ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്ത ആളാണ്. എന്തുകൊണ്ടാണ് ഭരതനാട്യം ഇത് ലാസ്റ്റ് എനിക്ക് പറയില്ല, അവസാനത്തെ ഒരു മണിമുഴക്കമായിരുന്നു എനിക്ക്. അതായത് ഷൂട്ടിന് അന്ന് തലേ ദിവസം രാത്രി ലേറ്റ് നൈറ്റ് ആണ് എനിക്ക് കോള് വരുന്നത്. ഫോൺ സൈലന്റ് ആണ്, ഒബ്വിയസ്ലി ഞാൻ നോക്കിയിട്ടില്ല. മെസ്സേജ് ഉണ്ടായിരുന്നു ജിതേഷ് അഞ്ജുമനയുടെ കൺട്രോളറുടെ. പിറ്റേ ദിവസം പ്ലീസ് കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞിട്ട് രാത്രി ഇട്ട മെസ്സേജാണ്. അപ്പൊ രാവിലെ ഇരുന്ന് സിനിമാക്കാരൻ, എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം ജിതേഷിനെ. അപ്പം ഓക്കെ, അപ്പൊ ഞാൻ രാവിലെ ഒരു 6:30-7 മണിയായപ്പോൾ തിരിച്ചു വിളിച്ചു. എന്താന്ന് ചോദിച്ചു. അപ്പോഴാ പറയണേ സിനിമ ഭരതനാട്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റൂ. ഞാൻ ഇന്നോ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു. അപ്പൊ ഞാൻ പറയാം എന്താ കേസ് എന്ന് വെച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ചെയ്യാനിരുന്ന പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റിയില്ല എന്തോ കാരണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ കഥ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കൃഷ്ണദാസ് ഡയറക്ടർ വിളിച്ച് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കഥ ഇഷ്ടമായി, എൻ്റെ ക്യാരക്ടർ എനിക്ക് അതിലേറെ ഇഷ്ടമായി.
അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല എന്നുള്ള, എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്തു. അപ്പം ഇതിലത്തെ ക്യാരക്ടർ ഈ ശാന്തി എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ഏറ്റവും മൂത്ത, കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്. അപ്പം ആ കുടുംബത്തിലൊരു അപ്പർ ഹാൻഡ് എന്നുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറും കൂടിയാണ്. കാര്യങ്ങളുടെ ഒരു തീരുമാനമൊക്കെ പറയെങ്കിലും തീരുമാനം ബാക്കിയുള്ളവർ ചെയ്യാനൊക്കെ ചെയ്യും, എന്നാൽ പോലും നമ്മൾ പറയുന്നത് എടുത്തടിച്ച പോലെ പറയും. അങ്ങനത്തെ ക്യാരക്ടർ എന്റെ സ്വഭാവത്തിന്റെ വേറൊരു ഇത്. എനിക്ക് ദിവ്യ ഒറിജിനലായിട്ട് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഞാൻ പറയാനുള്ളത് ആരാണെങ്കിലും മോത്തോക്കി പറയും. അങ്ങനത്തെ ഒരു അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അഹങ്കാരമല്ല, ശരിക്കും അതാണ് വേണ്ടത്. നമുക്ക് നമ്മളായിട്ട് ഇരുന്നാൽ മതിയല്ലോ അല്ലേ ദിവ്യ? ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയൂ, അത് ആരാണെങ്കിലും പറയും. അപ്പൊ അങ്ങനത്തെ കഥാപാത്രമാണ് ശാന്തി. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പായിരുന്നു. അതാണ് ഭരതനാട്യം. ഇപ്പൊ ശ്രുതിയുടെ കാര്യം പറഞ്ഞപ്പം ഇപ്പൊ വീണ്ടും പറഞ്ഞു, സൈചേട്ടനെ തൊട്ട് മുന്നേ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഞാൻ പറയണേ, സൈചേട്ടൻ പറയായിരുന്നു പിന്നെ ശ്രുതിയുടെ ഇപ്പോൾ ഓരോ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, കാരണം പുള്ളി ഒരു ആക്ടറാണല്ലോ, അപ്പോൾ പ്രൊഡ്യൂസർ ആകുമ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി പഴയ മോഹൻലാൽ സിനിമ, മറ്റേ മിഥുനത്തിലെ ഒട്ടയ്ക്ക് തേങ്ങ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കഥാപാത്രങ്ങൾ ഇത്രയും പേര് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കുറച്ച് ഞങ്ങൾ തന്നെ ചോദിച്ചായിരുന്നു. ഞാൻ ഒരു ദിവസം സൈജനോട് ചോദിച്ചു എത്ര പേര് വിളിച്ചു, ലൈക്ക് എത്ര പേര് മെസ്സേജ് അയച്ചു, ലൈക്ക് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ ഫ്രണ്ട്സ്, എന്തോ ഒരു ഫ്രണ്ട്സ്, എത്ര ഓപ്ഷൻസ് ഉണ്ട്. അതെ, അപ്പം പറഞ്ഞു ശ്രുതി ആദ്യം തന്നെ. അതെ, ഞാനത് പറയാൻ വന്നത്. കാരണം കൃഷ്ണദാസ് ഓരോ കഥാപാത്രങ്ങളുടെയും പേരിൽ ഒരു 1-2 പേരെ എഴുതി വെച്ചിരുന്നു. പക്ഷേ ശ്രുതിയുടെ ക്യാരക്ടർ ശ്രുതിക്ക് തന്നെയായിരുന്നു ആദ്യം എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥയുമായിട്ട് ആദ്യം ആരാ വിളിക്കുന്നത്? കൃഷ്ണദാസ് അല്ല, എന്നെ സൈജു ചേട്ടനാണ്. കഥ കേട്ടപ്പോ എന്താ? സൈജു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു പടം കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെന്താ. ലൈക്ക് ഞാൻ കഥ പോലും കേട്ടില്ല. ആക്ച്വലി സൈജു കുറുപ്പ് ചേട്ടനെ പോലെ ഒരാളിങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നും കാണാതെ ഇപ്പൊ ട്രെയിലറിൽ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചു, കാര്യം ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഫണ്ട് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര നല്ലൊരു സ്ക്രിപ്റ്റും അല്ലെ അത്ര നല്ലൊരു ടീമും ആയിരിക്കും, പുള്ളിയുടെ കോൺഫിഡൻസ് അല്ലേ. അപ്പൊ അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു ചെയ്യാമെന്ന്. എന്നിട്ട് കൃഷ്ണദാസ് ചേട്ടൻ കഥ പറയാൻ വന്നു. പുള്ളി കഥ പറയാൻ വന്നപ്പം ഭയങ്കര പ്ലാൻഡ് ആയിട്ട്, അതായത് പുള്ളിക്ക് അറിയാം ഇന്ന ക്യാരക്ടർ ഇതാണ്, ലൈക്ക് എല്ലാം ഇത് ഇന്ന. പിന്നെ അതിനകത്ത് ഒരു ക്യാരക്ടേഴ്സ് പോലും വെറുതെ ഒരാളില്ല. നമുക്കെല്ലാം ചില സിനിമയിൽ നമ്മൾ ഭാഗമായിരിക്കും, പക്ഷെ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേറൊരാൾ വെറുതെ ഒക്കെ ചില സിനിമയിൽ ഇയാൾ എന്തിനാ ഇപ്പൊ ഇതൊഴി പോയ, ഇയാൾ ആരാ എന്ന് തോന്നിപ്പോ. അതുപോലെ ഒരു കുടുംബത്തിലെ ഒരു അനിയത്തി, വെറുതെ ഒരു അനിയത്തി അങ്ങനെ ആവാം. പെങ്ങളായിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഒക്കെ നമ്മളിങ്ങനെ പെങ്ങളാവും, അല്ലെങ്കിൽ അങ്ങനെ സീനിൽ ചെയ്യും പോവും, ഒരു പ്രസൻസ് അതൊക്കെയാണ്. പക്ഷെ ഇതില് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമുക്കൊരു അനിയനുണ്ട്, ഫ്രഷ് ഫേസ് ആവും. ആ പയ്യനാണെങ്കിലും അല്ലെങ്കിൽ ചേച്ചിയുടെ ക്യാരക്ടർ നന്ദു ചേട്ടനാണ്, എന്റെ പേര് സ്വാതിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ട്. വീട്ടിലെ ആൾക്കാർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന അഭിരാമേട്ടൻ, സോജൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉള്ളൊരു സിനിമ. പിന്നെ അത്രയും പേരാണ് ഈ സിനിമ കൊണ്ടുവന്നത്. ആ ട്രെയിലറിൽ കണ്ട അത്രയും പേരും ഒരാളും വെറുതെ വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോവാ, അങ്ങനത്തെ ഒരു ഇതല്ലായിരുന്നു സ്ക്രിപ്റ്റ്. അപ്പൊ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ അതേപോലെ നമുക്ക് അപ്പൊ തന്നെ നോ പറയാൻ റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പണ്ട് ഈ പ്രിയദർശൻ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതിലെ എല്ലാ ക്യാരക്ടേഴ്സ്, ഈ പറയുന്ന ലെജൻസ് ആയിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളാണ് അതിലെല്ലാം ചെയ്തത്. കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നു പോകുന്നവരെ നമ്മൾ ഓർത്തിരിക്കും. പിന്നീട് നമ്മൾ ഇപ്പോഴും അവരുടെ ഡയലോഗ്സ് പറഞ്ഞ് നമ്മൾ തമാശ പറയാറുണ്ട്. അതുപോലെയാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും. ഒരുപാട് പേര് വരുന്നുണ്ട്, നമുക്ക് അവരോടൊക്കെ നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം. സായി സാർ ആണെങ്കിലും കലാരഞ്ജന ചേച്ചി ആണെങ്കിലും കല ചേച്ചി പറയായിരുന്നു സംസാരത്തിൽ, ഈ പറഞ്ഞ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ചേച്ചിയും പറഞ്ഞത്. ഇതിലെല്ലാവർക്കും റോൾ ഉണ്ട്. ഇപ്പത്തെ സിനിമയിൽ, ഇപ്പൊ മലയാള സിനിമയിൽ എല്ലാരും പറയുന്നത് എന്താണ്, അമ്മ വേഷം ഇല്ല, അച്ഛനില്ല, ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അത് മാത്രമല്ല, പുരുഷന്മാരാണ് കൂടുതലും ഇപ്പൊ സിനിമകൾ, അല്ല അങ്ങനത്തെ കഥകളാണ് വരുന്നത്. സ്ത്രീകൾ വെറുതെ വന്നു പോകുന്നതും വളരെ അപൂർവമാണ് സിനിമകളിൽ. നമ്മൾ ഇപ്പൊ തന്നെ ഈ കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ എല്ലാ സിനിമകളിലും കണ്ടിട്ടില്ലേ, പുരുഷന്മാരുടെ സാമീപ്യമാണ് കൂടുതൽ. സുഹൃത്തുക്കളുടെ ഒരു കഥയാണ് കൂടുതലും. ഇപ്പൊ ഇറങ്ങിയ പുതിയ സിനിമകളെല്ലാം തന്നെയാണ്. അപ്പൊ അതാണ് പ്രത്യേകിച്ച് കലചേച്ചി 4 വർഷത്തിന് ശേഷമാണ് ചൂസ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്തായാലും ചെന്നൈയിൽ നിന്ന് വന്ന് ഇത് അഭിനയിക്കണമെങ്കിൽ അത്രയും. ചേച്ചി സ്വന്തം ശബ്ദം, ദിവ്യ ഒരു ഡബിങ് ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിക്കുകയായിരുന്നു, കാരണം ചേച്ചിയുടെ ശബ്ദം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ, ഇത് 3ാമത്തെ 4ാമത്തെ സിനിമയാണ് അത്ര. അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു എങ്ങനെയായിരുന്നു, അന്നേരം പറഞ്ഞ് അതൊരു പ്രത്യേക സന്തോഷമാണ്. സ്വന്തം ശ്രുതി എല്ലാ സിനിമയിലും സ്വന്തം ശബ്ദം തന്നെയാണ്. ദിവ്യക്ക് അല്ലാതെ ആർക്ക് വേണ്ടി ഡബ് ചെയ്തപ്പോൾ ഏറ്റവും സന്തോഷം തോന്നി?
അങ്ങനെയില്ല. ഇപ്പൊ ഏത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴും എനിക്കത് സ്ക്രീനിലാണെങ്കിലും ടി വിയിലാണെങ്കിലും കാണുമ്പോൾ ഒരു സുഖവും ഇത് എന്റെ ശബ്ദമാണ് എന്ന് കേൾക്കാനൊരു സുഖമാണല്ലോ. അപ്പൊ ആർക്ക് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. ഞാൻ ആഡ്സിനൊക്കെ ശോഭനയ്ക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് കുറെ നാൾ മുന്നേ, ഇപ്പോഴും അല്ല കേട്ടോ, ഒത്തിരി നാൾ. ഞാൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് വേറെ ആരെങ്കിലും ഡബ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആരോ ഒരിക്കൽ ഏതോ ഒരു സീരിയല് ചെയ്തിരുന്ന സമയത്ത് ആരോ, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേറെ ആര് ഡബ് ചെയ്താലും എനിക്ക് ഇഷ്ടമല്ല. അത് എന്നെക്കാൾ നന്നായി ചിലപ്പോൾ അവർ ഡബ് ചെയ്യും, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ശബ്ദം തന്നെ കേൾക്കാനാണ്. കാരണം പണ്ട് ഇപ്പൊ ശോഭൻ ചേച്ചിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാം, ശോഭൻ ചേച്ചിയോട് പണ്ട് മൺചിത്രത്താഴിന്റെ അവാർഡ് സമയത്തൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം ശബ്ദം കൊടുക്കുന്ന വേറൊരാളാണ്. അപ്പം ഈ കലചേച്ചി ഇപ്പൊ പറയായിരുന്നു, നമ്മൾ അഭിനയിക്കുന്നതിനേക്കാൾ സ്ട്രെസ് എടുത്താണ് ഡബ് ചെയ്യുന്നത് അല്ലേ ദിവ്യ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയക്ക് ഇത്രയും ഇതായ ശേഷമാണ് ആൾക്കാർ അത് അറിഞ്ഞു തുടങ്ങിയത്, ആരൊക്കെയാണെന്നും ഇത്രയും ചില സീൻസിലൊക്കെ ഇവര് സ്ക്രീം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നത്. മറ്റേ നമ്മൾ അങ്ങനെ അറിയുന്നില്ലല്ലോ ഇവരുടെ. ഇപ്പൊ എന്നോട് അഭിനയിക്കുന്നതാണോ എളുപ്പം ഡബ് ചെയ്യുന്നതാണോ എളുപ്പം എന്ന് ചോദിച്ചാൽ അഭിനയിക്കുന്നത് തന്നെയാണ് എളുപ്പം. എനിക്ക് ഞാൻ അഭിനയിച്ചത് തന്നെ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇത് എത്ര ശരിയാവും എന്നുള്ളൊരു ഡൗട്ട് എന്നും ഉണ്ട്. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് ശരിയാവൂ. കാരണം അതിൽ ഞാൻ റിയൽ ആയിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന വേറെ ഇമോഷണൽ ഒരു വോയിസ് ആയിരിക്കും, അങ്ങനത്തെ ഒരു മോഡുലേഷൻ ആയിരിക്കും. അത് തന്നെ ഇതിൽ ഈ ഡയറക്ടർമാരുടെ പ്രശ്നം ചേച്ചി അതുപോലെ തന്നെ വേണം, അതുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് സിറ്റുവേഷൻ അല്ലേ, അതുപോലെ ചിലപ്പോൾ നമുക്ക് അപ്പൊ മറ്റൊരാൾക്ക് ഡബ് ചെയ്യുമ്പോൾ അതിലും സ്ട്രെയിൻ അല്ലേ. പല സീൻസും നമുക്ക് ഡബ് ചെയ്യുമ്പോൾ അപ്പാക്കാൻ പറ്റും. നമ്മൾ പറയും ഡബിൾ പിടിക്കാം, ഡബിൾ പിടിക്കാം. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ഡയലോഗ്സ് നമ്മൾ കാണാപ്പാടാണല്ലോ പറയുന്നത്, പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ സിനിമയില്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നൈസായിട്ട് ഇതൊക്കെ മാറ്റിയൊക്കെ ഡബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ, അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇവ ശ്രുതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദിവ്യ ഇപ്പം ആങ്കർ ആയിരുന്നു, RJ ആയിരുന്നു, പിന്നെ അല്ലേ സീരിയൽസ് അങ്ങനെ വന്നാണ്. ശ്രുതി 5 വയസ്സിലെ അഭിനയ രംഗത്തേക്ക് വന്ന ആളാണ് അല്ലേ, വളരെ കുഞ്ഞിൽ. അത് അച്ഛൻ സീരിയലിലും സിനിമയിലും പിന്നെ ഇപ്പം സിനിമയൊക്കെ ചെറിയ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞിലെ ഞാൻ 5 വയസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു ടെലിഫിലിം, പണ്ട് ടെലിഫിലിംസ് ഷോർട്ട് ഫിലിംസ് എന്നല്ല, ഈ ക്രിസ്മസ് ഓണം അങ്ങനെയൊക്കെ ചാനലുകളിൽ ചാനൽ ഒരു ദൂരദർശൻ സൂര്യയിലൊക്കെ വരും അങ്ങനത്തെ വന്നില്ലേ. അപ്പൊ ഞാൻ ദീപാവലി സ്പെഷ്യൽ ഒരു അത് ഡയറക്ട് ചെയ്ത് സിദ്ധാർത്ഥ് ശിവപ്രസാദ്. ഞങ്ങള് നാട്ടുകാർ, ഞാൻ തിരുവല്ലയാണ്, സിദ്ധിച്ചേട്ടൻ കവിയൂര. അപ്പം ആ സമയത്ത് പുള്ളിക്കാരൻ എടുത്ത, അതായത് കഥ, തിരക്കഥ, എഡിറ്റിംഗ് എല്ലാം സിദ്ധിച്ചേട്ടൻ തന്നെയാണ് ചെയ്തത്. ആ സിനിമ എനിക്ക് തോന്നുന്നു ആ ടെലിഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ്. അപ്പം പിന്നീട് അപ്പം എനിക്ക് ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ വലിയ ഇത് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോകും. ഡബ്ബിംഗ് ആണ് ഇതുപോലെ പോകുമായിരുന്നു. അച്ഛൻ സീരിയലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടെ പോയിരിക്കും. അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആവണം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ആവണം. എനിക്ക് അറിയില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റോ എനിക്ക് കാര്യം അതല്ലേ കാണുന്നത്. അച്ഛൻ കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ സിനിമ കാണും. അത് സിനിമ കാണുക എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഇതാണ്. ഇപ്പൊ ചേട്ടനാണെങ്കിലും കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ എല്ലാ സിനിമയും പോയി കാണുമായിരുന്നു. അപ്പൊ ഞാനും ചേട്ടനും കൂടെ പിന്നെ പോകാൻ തുടങ്ങി. ഒരു ദിവസമൊക്കെ നമ്മൾ 3 സിനിമ കാണാറുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ തിയേറ്ററിൽ പോയി കാണും. അങ്ങനെ സിനിമ കാണുന്നത്. കല്യാണം കഴിച്ചത് നശിപ്പിച്ചു വരാനായിരുന്നു ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ദൈവം സിനിമ സംവിധാനത്തിന് തന്നില്ല പോയിട്ടുണ്ട്. അല്ല ശരിക്കും അല്ലേ, അത്രമേൽ അതുകൊണ്ട് അതിനൊരു ഭാഗമാണ്. സിനിമയിൽ തന്നെ എന്തെങ്കിലും ആവണം. ഇപ്പൊ ഞാൻ പഠിച്ചത് മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, വീഡിയോ പ്രൊഡക്ഷൻ. അപ്പം സിനിമയിൽ തന്നെ എന്തെങ്കിലും ഇപ്പൊ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ആവണം. അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാൽ നമുക്കത് എങ്ങനെ വരണം, അതൊന്നും നമുക്ക് അപ്പോഴും അറിയത്തില്ല. നമ്മള് ട്രൈ ചെയ്തോണ്ട് എന്തോരം സിനിമകളിലെ ശ്രുതി എത്ര ആൾക്കാരുടെ കൂടെ അഭിനയിച്ചു. അതെ, ചെറുതും ചെറിയ ആയിട്ടാണെങ്കിലും ഈ പാൽത്തു ജാൻവറിൽ ഇപ്പം ബേസിലിന്റെ നായികയായിട്ടായിരുന്നല്ലോ. എന്നിട്ടും പിന്നെ വരുന്ന സിനിമകൾ അങ്ങനെ. ഇപ്പൊ ഞാൻ അത് തന്നെയാണ് സായി ചേട്ടനോടും കലചേച്ചിയോടും പറഞ്ഞത്. ഇപ്പൊ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ സായി ചേട്ടനാണെങ്കിലും ഇവരെല്ലാം നായകനും നായികയായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അവർ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നു, പിന്നെ ക്യാരക്ടർ റോൾസിലേക്ക് മാറും. ശരിക്കും ഒരു അഭിനേതാവിന് വേണ്ടത് അത് തന്നെയാണ് അല്ലേ ദിവ്യ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നായികയാവാന്ന് പറയുമ്പോൾ അവർക്കും ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സെറ്റിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടെ അഭിനയ സാധ്യത വരുന്നത് ക്യാരക്ടർ റോൾസ്. നായികമാർക്ക് ഇല്ലെന്നല്ല,
അതിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. നായകന്മാർക്ക് നായക പ്രാധാന്യമുള്ള സിനിമകളിൽ അവർക്ക് ഡെഫിനറ്റ്ലി അഭിനയിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷെ ക്യാരക്ടർ റോള് ചെയ്യുന്നവർക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാ സിനിമയിലും നമുക്ക് അത് ക്യാരക്ടർ ആകുന്നു. ഇന്നിപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഭരതനാട്യത്തിനൊപ്പം തന്നെ എൻ്റെ ഒരു വേറൊരു പടം ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതില് 2 പടത്തിലും 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ ആവാൻ പറ്റുന്നുണ്ട്. ഒന്ന് പാവം, ഇതില് 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത അങ്ങനെ ഭരതനാട്യത്തില് വിദ്യാഭ്യാസം ഒന്നുമില്ല, തന്നെ വീട്ടുകാർ. പക്ഷെ മറ്റേതില് ഡോക്ടറാണ്, സർജനാണ്. അതൊരു ഭാഗ്യാണ് ഈ നടി. ഞാൻ ചെയ്യുന്ന കുഞ്ഞു നേഴ്സ് ആവാം, കോൺസ്റ്റബിൾ ആവാം, ഇത് അങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് അങ്ങനെ എന്താണ് മെയിനായിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. വലിയ സിനിമകളിൽ ചെറിയ സാധനമായാലും ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ടർബോയിലൊക്കെ ആണെങ്കിൽ ഒരു സീനാണ് അത്. പക്ഷെ മമ്മൂക്കയുടെ കൂടെ ഒരു ഇപ്പൊ ഞാൻ റീസെന്റ് ആണ് ടർബോ കാണുന്നത്. അപ്പൊ അതിനകത്ത് ബോധം കിട്ടി കിടക്കുകയാണ്. നമ്മളത് ഞാൻ തിയേറ്റർ കണ്ടപ്പോഴും അത് സിംഗ് സൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് അത് ഡബിൽ പോലും എനിക്ക് കാണാൻ പറ്റില്ല. എന്തോ അതുണ്ടോ ഇല്ല, ആരോട് പറഞ്ഞു പോലും ഇല്ല. കാര്യം കുഞ്ഞു സീനാ. അത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ല. കാര്യം ഞാൻ മമ്മൂക്കയെ കണ്ടു, മമ്മൂക്കയുടെ ഡയലോഗ് പറഞ്ഞു, വൈശാഖ് സാറിന്റെ സിനിമയിൽ പാർട്ടായി. അതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, അത് വരുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ദിവ്യ സിംഗ് സൗണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ രക്ഷാധികാരി ബൈജു, അതൊക്കെ സിംഗ് സൗണ്ട് തന്നെ. പിന്നെ ശരിക്കും ഒരു നിങ്ങൾക്ക് എന്താണ് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? സിംഗ് സൗണ്ടിന് ഭയങ്കര സുഖമാണ്. അത് ആ സമയത്ത് ഡബി ഉണ്ടല്ലോ, ഇമോഷൻ അതുപോലെ തന്നെ കിട്ടിയല്ലോ. അത് തന്നെയാണ് എളുപ്പം ചെയ്യാനായിട്ട്. പിന്നെ അതിന് കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ടൈം ഒത്തിരി എടുക്കും. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാ നമുക്ക് തോന്നിയേക്കുന്നത്. പക്ഷെ ഡബ് ചെയ്യുന്നതിനേക്കാൾ സുഖം അത് തന്നെയാ. കാരണം കറക്റ്റ് ആയിട്ട് സാധനം കിട്ടുമല്ലോ. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു ശ്രുതി പറഞ്ഞു ദിവ്യ. അത്രയും എക്സൈറ്റഡ് ആയിട്ട് മലയാളികൾ പറയുന്ന ഒരു പേര് വേറെ ഇല്ല അല്ലെ, മമ്മൂക്ക. ശരിക്കും ഇപ്പോഴും ഞാൻ ഇന്നലെ MD സാറിന്റെ മകളെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയായിരുന്നു, നമുക്കിങ്ങനെ ഇപ്പോഴും ഒരു പേടിയോടുള്ള സ്നേഹമാണ് മമ്മൂക്കയുടെ. എങ്ങനെയായിരുന്നു രണ്ടുപേരും എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? എന്റെ 4ാമത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ. ഞാൻ ആദ്യം ചെയ്യുന്ന കസബയാണ്. ഒരൊറ്റ സീനേ ഉള്ളൂ മമ്മൂക്കയുടെ കൂടെ. കസബയില് മമ്മൂക്കയ്ക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയും നമ്മളോടുള്ള അദ്ദേഹത്തിന് അതിന്റെ അടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. സെറ്റിൽ കണ്ടപ്പോ തന്നെ നിങ്ങളുടെ ആ സീൻ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് പൊതുവേ സ്നേഹവും ഇഷ്ടമുണ്ട്, ഒന്നുകൂടെ കൂടും. ഞാൻ പുഴു ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനിയത്തിയായിട്ട്. പിന്നെ ഏതായിരുന്നു പുള്ളിക്കാരൻ സ്റ്റാറ. അതില് കോമ്പിനേഷൻ ഇല്ലെങ്കിലും മമ്മൂക്കയുടെ ചെറുപ്പത്തിലെ അമ്മയായിട്ട് പെങ്ങളായിരുന്നു, അമ്മയായിരുന്നു. ചെറുപ്പമില്ല ഇങ്ങനത്തെ ക്യാരക്ടർ. പണ്ട് അഞ്ജുന്നൊരു മകളായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഇതില് ഉള്ള സീൻസ് എല്ലാം മമ്മൂക്കയുടെ കൂടെ തന്നെ കോമ്പിനേഷൻ. അപ്പൊ എന്നെ വിളിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു, വൈശാഖ് സാറിന്റെ പടം. അപ്പൊ അദ്ദേഹത്തിന്റെ പടം നമ്മള് വലിയ സന്തോഷമാണല്ലോ. പിന്നെ ഒരു വമ്പൻ ബഡ്ജറ്റ് വലിയൊരു പടമാണ്, വലിയ ബാനർ, മമ്മൂട്ടി കമ്പനി. ഡെഫിനറ്റ്ലി നമുക്ക് ഇത് ഈ പുഴു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു വേഫ്ര ഫിലിംസിന്റെ ആയിരുന്നു പുഴു. അപ്പൊ ഇത് മമ്മൂട്ടി കമ്പനി, നമുക്ക് ഭയങ്കര സന്തോഷം അത് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഈ ക്യാരക്ടറിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ത്രൂ ഔട്ട് ഉള്ളത് മുഴുവൻ മമ്മൂക്കയുടെ കൂടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൺ. അങ്ങനെയാണ് നമ്മൾ ശ്രുതി പറഞ്ഞ അഭിനയിക്കുമ്പോ. അപ്പം നമ്മൾ ചിലർ പറയും പുഴുവിലാണ് ഇത് മമ്മൂക്ക കാണുന്നുണ്ടോ എനിക്കറിയാം. പുഴുവില് ഒത്തിരി സിനിമകളിൽ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പുഴുവിൽ അദ്ദേഹം ഒരു ലിനന്റെ ഒരു ഷർട്ടും പാന്റും ഇട്ടിട്ട് ഒരു സീൻ ഉണ്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ട് ഞാൻ സെറ്റില് പുഴുവിന്റെ സെറ്റില് ചെന്ന് നിന്ന സമയമാണ്. അപ്പൊ കഥയൊക്കെ കേട്ടു, എന്റെ സീനൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ സാറ് വരുന്നു, മമ്മൂക്ക വരുമ്പോ എല്ലാരും ഒന്ന് അലേർട്ട് ആവും. അപ്പൊ ഓടി വന്നിട്ട് സാറ് വരുന്നു എന്ന് അസോസിയേറ്റ് അസിസ്റ്റൻസ് ആരൊക്കെയോ പറഞ്ഞു. അപ്പൊ നമ്മൾ അലേർട്ടായിട്ട് ഇരുന്നു. അപ്പൊ അദ്ദേഹം വന്നു, ഒരു ലിനൻ ഷർട്ടും പാന്റും. ശരിക്കും ലിറ്ററലി അത് എന്തൊരു ഹാൻസം ആണെന്നറിയോ അദ്ദേഹം, എന്തൊരു ഹാൻസമാ. അത് ആ ഡ്രസ്സ് അദ്ദേഹം ക്യാരി ചെയ്തത് കൊണ്ടാണ് അതിന് ആ ഡ്രസ്സിന് പോലും അത്രയും ഭംഗി തോന്നിയെന്ന് എനിക്ക് തോന്നി. ഭയങ്കര സുന്ദരനുമാണ്, ഭയങ്കര ജെന്റിൽമാനുമാണ്, ഭയങ്കര നന്നായിട്ട് ഇടപഴകാൻ പറ്റുന്നൊരു ആളാണ്. ശ്രുതി ആദ്യമായിട്ടാണ്? അല്ല, ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത് തന്നെ ഫസ്റ്റ് ടൈം. അപ്പം എന്നെ ഇങ്ങനെ ആദ്യം വിളിക്കുന്നുണ്ട്. അപ്പം ഈ നേഴ്സാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ മടി ഉണ്ടായിരുന്നു. RDX കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പം പക്ഷെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കൺസിഡർ ചെയ്തത് വലിയ കാര്യം. അപ്പോൾ പിന്നെ വിളിച്ചു. അപ്പം എനിക്ക് ആദ്യം ഒരു മടി, പിന്നെ പറഞ്ഞു ഇതുപോലെയാണ് സീൻ എന്ന് പറഞ്ഞു. സീൻ നോക്കിയപ്പോൾ മമ്മൂക്കൻ്റെ കൂടെയാ. ഞാൻ വെച്ചു ഇടിപ്പടവാട് നേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് കുറേ നേഴ്സുമാരുണ്ടാവും, അങ്ങനത്തെ ഒരു വൈബാന്ന് വിചാരിച്ചു. സീൻ കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. ഡയലോഗും ഉണ്ടല്ലോ. അതെ, പിന്നെ മമ്മൂക്കേന്റെ കൂടെയല്ലേ. അപ്പൊ അങ്ങനെ പോയി. ഞാൻ ചെന്നു.
ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നു. ഇപ്പം പ്രശാന്ത് അലക്സ് ആണെങ്കിലും കൂടെ ആദർശ് സുകുമാരൻ നമ്മുടെ RDXന്റെ റൈറ്റർ, പിന്നെ നത്ത് നമ്മുടെ അവനുണ്ടായിരുന്നു. അപ്പൊ നമുക്കെല്ലാം അവരെ അറിയാം. അപ്പൊ തന്നെ ഞാൻ കംഫർട്ടായി. പക്ഷെ മമ്മൂക്ക വരുമല്ലോ, പ്രിപ്പറേഷൻ ഒന്നും അങ്ങനെ ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചെല്ലുന്നു, രാവിലെ എടുക്കുന്നു. മമ്മൂക്ക വരുമ്പോ തന്നെ നമുക്ക് പേടിയല്ല, ഒരു സ്നേഹവും ഒരു റെസ്പെക്റ്റും ഇങ്ങനെ വരും. അപ്പൊ ആ ഒരു ഓറയുണ്ട്. ലൈക് നമുക്ക് ഇങ്ങനെ വരുമ്പോ തന്നെ എല്ലാരും ഭയങ്കര അലേർട്ടായിട്ട് വരുവാണ്. നമുക്ക് വരുന്ന നേരെ എന്നോട് എന്തോ പറഞ്ഞു, എനിക്ക് എന്താന്നോ ഓർമ്മയില്ല, നമ്മളെ കംഫർട്ടബിൾ നേഴ്സിന്റെ എന്തോ പറഞ്ഞു എന്നോട്. അപ്പൊ തന്നെ ഞാൻ മറ്റേ ഐസ് ബ്രേക്കിംഗ് പരിപാടിയായിരുന്നു. പലരും പറയും, ഇപ്പം ദിവ്യ പറഞ്ഞില്ലേ അന്ന് കസബയിലെ ഓർത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പലരും പറയാറുണ്ട്, പലരും നമ്മൾ അതിശയിച്ചു, ടിവിയിലെ ഓരോ ഷോസ് വരെ നമ്മൾ ഇന്റർവ്യൂസ് വരെയൊക്കെ കണ്ടിട്ടായിരിക്കും. ഞാനൊരു 8-10 പ്രാവശ്യം നമുക്ക് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പണ്ട്, ലോങ് ബാക്ക്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സിനിമ പ്രൊമോഷൻസിന് മമ്മൂക്കയുടെ സിനിമകൾ ഒത്തിരി ഞാൻ ഏഷ്യനെറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതും കൂടി എനിക്ക്, അതുകൊണ്ട് മമ്മൂക്കയുടെ ഒരു ഭയമല്ല, ഈ പറഞ്ഞ പോലെ ഒരു റെസ്പെക്റ്റും സ്നേഹവും, പിന്നെ നമ്മൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. ചോദിച്ചു വാങ്ങിക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതാണത്. പരിപാടിയാണ്. ഓ, ആ ഡയലോഗ് ഭയങ്കര. ഇപ്പൊ ശ്രുതി സിനിമയെ അത്രമാത്രം സ്നേഹിച്ച് അവരുടെ വീട്ടിലും സിനിമയുണ്ട്, ജീവിതത്തിലും സിനിമയുണ്ട്. ദിവ്യ അങ്ങനെയല്ല സിനിമയിലേക്ക്. ദിവ്യക്ക് ആഗ്രഹിച്ചിട്ട് വന്നതാണോ അതോ വിധി പോലെ വന്നതാണോ? വിധിയാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെ സിനിമ ആർക്കും താല്പര്യമൊന്നും ശ്രുതിയുടെ പോലെയല്ല, സിനിമ കാണുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു മറ്റു സാധനം ഉണ്ടല്ലോ സിനിമ എന്നുള്ളൊരു സാധനം പണ്ടത്തെ. അപ്പൊ സിനിമ വേണ്ട, സിനിമയൊന്നും വേണ്ട. പണ്ട് അച്ഛനോട് ഞാൻ പറയാം, അച്ഛൻ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം, പഠിച്ച് ബാങ്കിൽ ജോലി വാങ്ങിക്കാൻ, അങ്ങനെ പറയാം. ബാങ്കാണല്ലോ അച്ഛൻ, ബാങ്കില്. അപ്പൊ എനിക്ക് ആ പരിപാടിയെ ഇഷ്ടമല്ല, എനിക്ക് ഒരിടത്തിരുന്ന് പണിയെടുക്കുന്നതേ ഇഷ്ടമല്ല. ഇത് അബദ്ധത്തിൽ പിന്നെ ആങ്കറിങ്, ആ ഒരു ഇഷ്ടം കൊണ്ട് ആങ്കറിങ്ങിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞ് റേഡിയോയിലായിരുന്നു. റേഡിയോ പണി കഴിഞ്ഞപ്പോൾ അത് റിസൈൻ ചെയ്യേണ്ടി വന്നപ്പോൾ പിന്നെ എന്താന്നുള്ളത് ഡബിങ്ങിലേക്കായി. അങ്ങനെ വഴിതെറ്റി സിനിമയിൽ വന്നതാ. പക്ഷെ ഇപ്പൊ സിനിമ എന്റെ ജീവിതമാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആ സിനിമയെ കാണുന്നത്. നല്ല നടിമാരുമാണ് രണ്ടുപേരും. ഞാൻ വെറുതെ ഇപ്പൊ എന്റെ മുന്നിൽ ഇന്റർവ്യൂ എനിക്കൊന്നും പറഞ്ഞല്ല, രണ്ടുപേരും ചെയ്യുന്ന കഥാപാത്രം ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഓർത്തിരിക്കുന്ന അങ്ങനത്തെ രണ്ടുപേരും കരിക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് രണ്ടുപേരും. ഇപ്പം ശ്രുതിനെ ആണെങ്കിൽ നമ്മൾ ശ്രുതി എന്ന് പറയുമ്പോ തന്നെ എങ്ങനെ പറയില്ലേ? അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് ശ്രുതി എത്തിപ്പെട്ടത്? കരിക്കില് ജൂൺ ഞാൻ ആദ്യം ചെയ്തു സിനിമ. അതിനുശേഷം അങ്ങനെ വലിയ പടങ്ങളൊന്നും വന്നില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ജൂൺ ഇങ്ങനെ ഓഡിഷൻ വഴി പോയി അങ്ങനെ കിട്ടിയതാ. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നില്ല. പിന്നെ ജനമൈത്രിയിൽ ഞാൻ സൈജാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് പടങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പഠിത്തമായിരുന്നു, PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കിരൺ ചേട്ടനുണ്ട്, കിരൺ വിയത്ത്, കരിക്കിലെ ഒരു ആർട്ടിസ്റ്റ്. കിരൺ ചേട്ടനെ നേരത്തെ പരിചയമുണ്ട്, എൻ്റെ ബ്രദർ സൂരജിൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ കിരൺ ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞായിരുന്നു, ഇതിലൊരു സംഭവം വരുന്നുണ്ട്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ. അപ്പോൾ കരിക്കിങ്ങനെ നമ്മൾ ഭയങ്കര ഫാനായിരുന്നു. ഞാൻ അനുചേട്ടനെയൊക്കെ അതിന് മുന്നേ ഡബ്ബിങ് സ്റ്റുഡിയോയിലൊക്കെ പോയി മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത്ര വലിയ ഫാനാണ് കരിക്കിൻ്റെ. വരുന്നതിന് മുന്നേ. അപ്പോൾ ഞാൻ കിരൺ ചേട്ടൻ എന്നോട് ഇന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ല അപ്ഡേറ്റ്. ഞാനിങ്ങനെ യൂഷ്വലി കോളേജിൽ പോകുന്ന ഒരു ദിവസം ഒരു കോൾ വരുന്നു, നിഖിലേട്ടനാണ്. അപ്പം അൺനോൺ നമ്പർ അല്ലേ. അപ്പം നമ്മൾ എടുത്തു, ഹലോ ഞാൻ നിഖിൽ പ്രസാദ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാ പറഞ്ഞു, ഞാൻ നിഖിൽ പ്രസാദ് കരിക്കിൻ്റെ. അപ്പോൾ ആ ചേട്ടാ പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, കരിക്കിൽ ആക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം, എപ്പോഴാണ് വരണ്ടേ? അങ്ങനെ എന്തോ റിപ്ലൈ കൊടുത്തത്. ചേട്ടൻ പറഞ്ഞു നാളെ ഓഫീസിലേക്കോ. അപ്പോൾ നമ്മൾ പോയി കണ്ടു. അപ്പോഴാണ് അറിയുന്നത് സീരീസ് ആണെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും സ്കെച്ച് വീഡിയോയുടെ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം. പറഞ്ഞു സീരീസ് ആണ്. അപ്പൊ ഒരു 2 ദിവസത്തിന് തന്നെ ഷൂട്ട് തുടങ്ങി. അതെ. അപ്പം ആ കരിക്കിന്റെ ഓഫീസിൽ തന്നെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരു സിനിമ കാണുന്നതിന് ആഗ്രഹിക്കില്ല, അയ്യോ അത് ഞാനായിരുന്നെങ്കിൽ. പക്ഷെ നമുക്ക് അതിനോട്ട് അറിയില്ലല്ലോ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷെ കരിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. കരിക്കില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും റൂട്ടിലൊക്കെ പോവാൻ, എന്തെങ്കിലും പഠിച്ച് അങ്ങനെ എന്തെങ്കിലും നോക്കിയേനെ. പക്ഷെ അത് ആ സമയത്ത് അതങ്ങനെ കിട്ടിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു കരിക്ക്. ദിവ്യയിലേക്ക് എങ്ങനെയാണ് കരിക്ക് എത്തുന്നത്? കരിക്ക് അർജുൻ എൻ്റെ റിലേറ്റീവ് ആണ്, കസിനാണ്. അപ്പം അർജുനാണ് എന്നെ ഒരു ദിവസം വിളിച്ചു, ചേച്ചി നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, ഒരു സീരീസ്, അതിൽ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമോ, ഒരു എന്താണ് ടീം ലീഡറിന്റെ വേഷം. ഞാൻ അതിനെന്താടാ, കാരണം കരിക്ക് നമ്മൾ എൻ്റെ പിള്ളേരൊക്കെ സ്ഥിരം ഇരുന്ന് കാണാൻ, അവരെല്ലാവരും എൻ്റെ ഇതില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തതാ. പിന്നെ അവനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ കരിക്ക് കഴിഞ്ഞപ്പോ ആളുകൾ ഞാൻ ഇത്രയും സിനിമയും ചെയ്തു, ഇത്രയും സീരിയലും ചെയ്തു, പക്ഷെ ആൾക്കാർക്ക് കരിക്ക് അറിയാവുന്നത് അതൊരു ഭാഗ്യമാണ് കേട്ടോ. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശ്രുതിയോട് സംസാരിക്കുമ്പോൾ കണ്ടത് ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ശ്രുതിയുടെ ആക്ഷനെ കാണാൻ ഭയങ്കര രസമുണ്ട്. അപ്പൊ അഭിനേതാവാകുന്നതിന് ജനിച്ച ഇങ്ങനെയൊക്കെ വാർത്ത പറയുന്നതിന് കാണാൻ ഒരു രസമുണ്ട്. ഇപ്പൊ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇഷ്ടമുള്ള കാര്യം മാത്രല്ല കേട്ടോ, ശ്രുതി വർത്തമാനം ഞാൻ നേരത്തെ പറയുന്നു, ഞങ്ങൾ ഒരുമിച്ച് എനിക്കൊന്ന് മയങ്ങണം എന്ന് വെച്ച് നടന്നു. അവളെ ഇന്റർവ്യൂവിന് വിളിച്ച സമയത്തിന് ഞാൻ മയങ്ങിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പക്ഷെ രസം നേരം പോണ അറിയില്ല, വർത്താനം പോയില്ലേ ഇപ്പൊ പോയി. അല്ല പക്ഷെ ഇവളുള്ളത് കൊണ്ട് ഭരതനാട്യത്തിൽ ഇവളും ചേച്ചിയും ഞാനും ആയിരുന്നു ഒരുമിച്ച്. നമുക്ക് ഒരു ദിവസം പോലും ബോറടിച്ചില്ല എന്നുള്ള. ചേച്ചി പറയായിരുന്നു ഭയങ്കര നല്ല സെറ്റായിരുന്നു എല്ലാവരും. ചേച്ചി പറയാ നിങ്ങളുടെ രണ്ടുപേരുടെയും പറഞ്ഞു എനിക്ക് 2 പെൺമക്കളാണ്, കളിക്കുകയാണ് എനിക്ക് 2 പെൺമക്കളാണ്, ദിവ്യയും ശ്രുതിയും. അപ്പൊ പോകുമ്പോ എനിക്ക് ഭയങ്കര ഇത്രയും നല്ലൊരു എനർജി നമുക്കൊന്നും പിടിച്ചാൽ കിട്ടൂല, അത്ര എനർജിയാണ്. കഥ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഞങ്ങള് ചേച്ചിയുടെ റൂമിൽ പോയിരുന്ന് കേൾക്കും. ലൊക്കേഷനിലാണെങ്കിൽ ഞങ്ങള് ക്യാരവനിൽ ഇരിക്കില്ല, നമ്മളവിടെ ഞാനും പതുക്കെ മുങ്ങാന്ന് വിചാരിക്കും. നമുക്ക് പോയി ഒന്ന് AC-യിൽ ഇരിക്കാം. അപ്പൊ ചേച്ചി പറയും സാരമില്ല മക്കളെ ഇവിടെ ഇരിക്കുന്നത്, ഈ ഫാൻ തിരിച്ചു. അല്ല അതിപ്പോ ചേച്ചി പറഞ്ഞായിരുന്നു പിന്നെ മറ്റേ ക്യാരവൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. സഹിച്ചേട്ടൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും ക്യാരവൻ ഉണ്ടായിരുന്നു, പക്ഷെ ഉപയോഗം കുറവായിരുന്നു. അതൊരു രസമല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഈ തലമുറയിലെ ആൾക്കാരാണ് അല്ലെ? അപ്പൊ ചേച്ചി പറയുന്നുണ്ടായിരുന്നു പണ്ടൊന്നും ഇങ്ങനെ അല്ലല്ലോ എല്ലാവരുടെ, നമ്മൾ കുറെ കഥകളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ എന്ന് പറയുമ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഒരു കുടുംബം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്? അത് സായി ചേട്ടനോട് നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ രണ്ടുപേരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കും. എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയാണല്ലോ ഇവരാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്കും അതെ. കലച്ചേച്ചി ആണ് അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രമൊക്കെ ഭയങ്കര ഫാൻസ് അല്ലേ നമ്മൾ. അപ്പം പക്ഷെ ചേച്ചി എങ്ങനെയായിരിക്കും നമ്മളോടൊക്കെ സീനിയേഴ്സ് അല്ലേ, സൈസാണല്ലോ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, നമുക്കായിരുന്നു തോന്നുന്നു അങ്ങോട്ട് പോയി സംസാരിക്കാനുള്ള ഒരു മടിയും ഇതുമൊക്കെ. ചേച്ചി ഭയങ്കര രസമായിരുന്നു. ചേച്ചി നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു തുടങ്ങി, പിന്നെ നിർത്തിയിട്ടില്ല. ഞങ്ങൾ നോൺ സ്റ്റോപ്പ് വർത്താനം. അത് എത്ര തലമുറകളുടെ കഥകൾ, അതായത് എത്ര 40 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചേച്ചിക്ക്. അപ്പൊ അത്രയും ആൾക്കാരെ പറ്റി എക്സ്പീരിയൻസും, പിന്നെ ചേച്ചിക്ക് കുറെ ആക്സിഡൻസും പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. കൽപ്പന ചേച്ചിയെ പറ്റി, ഉർവശി ചേച്ചിയെ പറ്റി സംസാരിക്കും, മക്കളെ പറ്റി സംസാരിക്കും, അവരുടെ ഫാമിലി, അവിടെ ഉണ്ടായ തമാശകളും കാര്യങ്ങളും. പറഞ്ഞ ഞങ്ങൾക്ക് ബോറടിക്കാനുള്ള സ്പേസ് ഇല്ല, അഭിനയിക്കാൻ ക്ഷാമമില്ല കഥയ്ക്ക്. പിന്നെ നമുക്കും സംശയങ്ങൾ. ചേച്ചി അപ്പൊ അന്ന് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമ്മളും ചോദിക്കും. 3 പതിറ്റാണ്ടാണ് ദിവ്യ 70കളിൽ തുടങ്ങിയിട്ട് സുന്ദരിയാണ് ഇപ്പോഴും. ശരിക്കും ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് കലച്ചേച്ചിയെ കാണുന്നത്. ഇതൊരു സ്വീറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ വാക്കാണ് എനിക്ക് പറയാൻ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള. ഇപ്പം ഈ സൈദു ചേട്ടൻ പറഞ്ഞല്ലോ, പുള്ളി എനിക്ക് എപ്പോഴും സൈദു ചേട്ടനെ തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ബുദ്ധിമാനായ ആക്ടറാണ് എന്നാണ് എനിക്ക് തോന്നില്ല. കാരണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നു. അപ്പൊ ഞാനിങ്ങനെ തമാശക്ക് ചോദിച്ചു, അന്ന് എന്നോട് കഴിഞ്ഞ വർഷത്തെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്പെൻഡ് ത്രിഫ്റ്റ് ഒന്നും അല്ല, വലിയ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, പ്രത്യേകിച്ച് ഗാഡ്ജറ്റ്സ് ഒന്നും. അപ്പൊ ഞാൻ പ്രൊഡക്ഷനിൽ എങ്ങനെയായിരുന്നു ആ പിശുക്കുണ്ടായിരുന്നു? നല്ല സെറ്റായിരുന്നു. സെറ്റിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പിശുക്കും ഒന്നുമില്ല. നമ്മൾ ഒന്നും ചോദിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല, എല്ലാം അറിഞ്ഞ്. എനിക്ക് തോന്നുന്നു സൈജേട്ടൻ ആർട്ടിസ്റ്റും കൂടി ആയതിന്റെ, അപ്പം ആർട്ടിസ്റ്റുകളുടെ ഒരു നീഡ് സൈജേട്ടൻ. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് മിനിറ്റിലാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എന്റെ അഡ്വാൻസ് വീണു. നമുക്ക് അത് ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ചിട്ട് പോലും ഇതല്ലെങ്കിൽ നമ്മൾ കഥ പറഞ്ഞു, കുറച്ച് ദിവസം കഴിയുമ്പോൾ അഡ്വാൻസ് വീഴുന്നു, പിന്നെ നമ്മളുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണല്ലോ. അഡ്വാൻസ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ ഇടുന്ന പൈസ എല്ലാം കറക്റ്റ് നമ്മള് പേയ്മെന്റ് വരാറായോ ചോദിക്കണമെന്ന് പോലും ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊന്ന്. പിന്നെ ഫുഡ്, ഒരു ഭക്ഷണത്തിനൊന്നും ഒരു ദാരിദ്ര്യവും ഇല്ല, ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും അവൈലബിൾ ആണ്. നമ്മൾ ചോദിക്കേണ്ട താമസമില്ല, വേണ്ടാന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ പിന്നെ അതേപോലെ ഷൂട്ട് ഇതുപോലെ മാളയിലാണ്, നമ്മള് കൊച്ചിയിലാണ് താമസിക്കുന്നത് രണ്ടുപേരും. അപ്പം ഷൂട്ട് ചില സമയത്ത് ഡേ ടൈമിൽ ഒരു 5 മണി 6 മണി ആകുമ്പോൾ പാക്കപ്പ് ആവും, അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ മാക്സിമം ഒരു 8:30 9 ആകുമ്പോൾ പാക്കപ്പ് ആവും. നമുക്ക് വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ പോയിക്കോളാൻ പറയും, ലഗേജ് റൂമിൽ ഇരുന്നോട്ടെ നിങ്ങൾ പോയിക്കോ ഉണ്ടാക്കാം എന്ന് പറയും. ഞങ്ങൾക്ക് അത് സംഭവിക്കാറില്ല. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇത്തിരി ഹോം സിക്നസ് ഉള്ള കൂട്ടത്തിലാണ്. ശ്രുതിക്ക് സംഗീത് വേറെ വർക്കിലാണ്, സംഗീത് വീട്ടിൽ വരുന്ന സമയത്ത് ശ്രുതിക്കൊന്ന് പോകണം തോന്നും. അല്ലാത്തപ്പോ അവർക്ക് വേണ്ട, കാരണം ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോ അവള് പോയിട്ട് കാര്യമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മക്കളുണ്ട്, ചെറിയ കുട്ടികളൊന്നും അല്ല, പക്ഷെ എനിക്ക് എന്നാലും അങ്ങനെയാ.
ഒരു ദിവസം ഗ്യാപ്പൊക്കെ കിട്ടി. അപ്പം നേരത്തെ 6 മണിക്കൊക്കെ പാക്കപ്പ് ആകുമ്പോ ചിലപ്പോ 2 മണിക്കൊക്കെ പാക്കപ്പ്, ഞങ്ങളുടെ സീനൊക്കെ തീരും. അപ്പൊ ഞങ്ങൾ പറയും പൊക്കോട്ടെ, അതിനെന്താ പൊക്കോ, നാളെ രാവിലെ ഇത്ര മണിക്ക് വരും. അതൊരു അധിക ചെലവോ കൊണ്ടുവരണം അങ്ങനെ ഒന്നും അങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ആണെന്നുള്ളതിന്റെ ഒരു വിചാരവും അദ്ദേഹത്തിനും ഉണ്ടായിട്ടില്ല, നമുക്കും ഇല്ലായിരുന്നു. അതെ, ചേട്ടനത് ഇന്റർവ്യൂല് പറഞ്ഞു. ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അവസാനം വൈകുന്നേരത്തെ ഇത് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഓ ഞാൻ പ്രൊഡ്യൂസർ. അതെ അതെ അതെ. പിന്നെ ഈ ശ്രുതി പറഞ്ഞ എനിക്ക് ആ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു ദിവ്യ അത് വാലിഡ് ആയിരുന്നു, കാരണം പുള്ളി ഒരു ആക്ടറൂടാണ്. അതെ അതെ, അതുകൊണ്ട് അല്ല തോമസ് സാറും വന്നിരുന്നു സെറ്റിൽ, സാറ് മിക്കവാറും സെറ്റിൽ അദ്ദേഹം അങ്ങനെ തന്നെയാ. ഒരു സ്ട്രെസ്സും എനിക്ക് തോന്നുന്നില്ല ടെക്നീഷ്യൻസിനും കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ നമ്മുടെ ടീമും അങ്ങനെയായിരുന്നു കേട്ടോ. ബബ്ലു ആണെങ്കിലും ക്യാമറാമാൻ, ബബ്ലു ആണെങ്കിലും പടാന്നാണ്. നമ്മുടെ അടുത്ത അസിസ്റ്റൻസ് വന്നിട്ട് പറയും, ബബ്ലു ചേട്ടൻ ഇന്ന് സീൻ മുഴുവൻ എടുത്ത് തീർത്ത് ചേച്ചി, ഇനി സീനിൽ 3 മണിക്കൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എടുക്കാനൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോ 2 സീൻ നാളത്തത് ഇന്ന് എടുത്തു. കാരണം പടപട ബബ്ലു ഒരു ഇത് വെച്ച് അടുത്ത് ക്യാമറ ഷിഫ്റ്റ് ചെയ്യുന്നതൊന്നും ഒട്ടും ബഹളവും ഇല്ല, ഒന്നുമില്ല, വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നല്ല അനുഭവങ്ങൾക്കിടയിലും ഞാൻ പേര് പറയുന്നില്ല, ഒരു ആക്ട്രസ് കഴിഞ്ഞ ദിവസം എന്നോട് തന്നെ പറയായിരുന്നു, പേഴ്സണലി തന്നെ പറയായിരുന്നു, ഈ സിനിമയിലാണ് റെമ്യൂണറേഷൻ പറഞ്ഞത് തന്നത് എന്ന്, തരാത്ത ഒരുപാട് സിനിമകളുണ്ട് എന്നും. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? റെമ്യൂണറേഷന്റെ കാര്യം സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ചിലയിടത്ത്, എല്ലായിടത്തും അല്ല കേട്ടോ, ചിലയിടത്ത് സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ പറയും, അയ്യോ ഞാൻ ഇത്രയാട്ടോ വാങ്ങിക്കാറ് ആദ്യം എന്ന് പറയുമ്പോൾ അവർ പറയും, ശരിയാണ് നിങ്ങൾ ഇത്രയും വാങ്ങിക്കും, ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇത്രയും സിനിമ ചെയ്തതല്ലേ, പക്ഷെ നമ്മുടെ ഈ ക്യാരക്ടറിന് ഇത്രേ ഉള്ളൂ എന്ന് പറയും. അവര് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടാണല്ലോ ഒരു പടം ചെയ്യുന്നത്. അപ്പൊ ഇന്ന ക്യാരക്ടറിന് ഇത്ര എന്ന് അവർ ഓൾറെഡി വെച്ചിട്ടുണ്ട് അവരുടെ ബഡ്ജറ്റിൽ. അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരാൾ നമ്മളെ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ഇതിനേക്കാൾ ഒരു 10 20 കൂടുതൽ വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പൊ അവർ പറയും നിങ്ങൾ ഇത്ര വാങ്ങിക്കുന്ന അറിയാം, പക്ഷെ നമുക്ക് ഇത്ര. അങ്ങനെ ചില സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ചില സിനിമകൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അത് ബാനർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ ക്യാരക്ടർ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ബഡ്ജറ്റ് പൈസ ഇച്ചിരി കുറവാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് നമുക്ക് ഇതൊന്നും ഇല്ല, പൈസയും ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്നും വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഫിനാൻഷ്യൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ദിവ്യ പറഞ്ഞല്ലോ വേണ്ടാന്ന് വെക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഒരു എന്താ പറയുന്നത്, ദിവ്യ എന്ന നടിക്ക് എത്രത്തോളം ഒരു നല്ലതായിരിക്കും. നമുക്കിപ്പോൾ വേണ്ട എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അഭിപ്രായം ഉണ്ടായത്, അവരോട് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയില്ലേ? ഉണ്ടാവും. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാനാണ് എവിടെ എന്താണ്. എനിക്കിപ്പോൾ നാളെ സിനിമ വരും, ഇപ്പം ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാനിത് പറയുന്നത് കൊണ്ട് നാളെ ചിലപ്പോൾ ആൾക്കാർ പറയും, ദിവ്യ വിളിക്കേണ്ട അവർ അഹങ്കാരിയാണെന്ന് പറയുമായിരിക്കാം. എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ആരെന്തെനിക്ക് തന്നാലും, ഒരു സ്വർണത്തിന്റെ വീട് കെട്ടി തന്നാലും എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ ചെയ്യില്ല. അതെവിടെയും നോ പറയാൻ എനിക്ക് പണ്ട് മുതലേ അങ്ങനെ ആയിപ്പോയി. അത് മാറ്റി. എനിക്ക് ദിവ്യ സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്ന മറ്റേ ഭീമന്റെ വഴിയിലെ കഥാപാത്രം, കരിക്കിലെ കഥാപാത്രം ദിവ്യയുടെ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാരും ചോദിക്കില്ലേ ഭീമന്റെ എങ്ങനെയാ ദിവ്യ ആ ഒരു കഥാപാത്രവും ആ ഒരു സിനിമ ഇതുപോലെ പെട്ടെന്നാണ് ചെമ്പൻചേട്ടൻ വിളിച്ചിട്ട് ക്യാരക്ടർ തരുന്നത്. അപ്പൊ അതുപോലെ കഥ കേട്ടപ്പോൾ അതിലെ ലാസ്റ്റ് ചവിട്ട് സീനാണ് എന്നെ കഥയിൽ അത്രയും അട്രാക്ട് ചെയ്തത്. പിന്നെ ത്രൂ ഔട്ട് ഉണ്ടല്ലോ വലിയൊരു ക്യാരക്ടർ അല്ലേ. എന്നെ പോലൊരു ആർട്ടിസ്റ്റിന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. പിന്നെ നല്ല സെറ്റായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ചില്ലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഭീമന്റെ വഴി സംഭവിച്ചത്. അത് ഇന്നും ആളുകൾ സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. ഈ ഭരതനാട്യത്തിന്റെ ട്രെയിലറും പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ ഇതിനകത്ത് മേക്കപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. ശരിക്കും ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ തന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ മേക്കപ്പ് ചെയ്തൊന്നും സിനിമയിൽ. കാര്യം വലുതായല്ലേ, അവരുടെ ക്യാമറയും ലൈക്ക് ടെക്നിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മേക്കപ്പിന് ഒരു വലിയ സംഭവം വന്നിട്ടില്ല. പിന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും എനിക്കെന്താ നേഴ്സ്, കോൺസ്റ്റബിൾ, ഇതിലാണെങ്കിൽ നൈറ്റി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് തിളക്കമുള്ള എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ സെറ്റില് ക്യാരവനിൽ മേക്കപ്പ് നമ്മൾ ക്യാരവനിൽ ചെയ്യണം.
അപ്പൊ ഞാൻ ശ്രുതിയും പറയും നമ്മൾ കറുത്തോ? അപ്പൊ ശ്രുതി ആ ചേച്ചി ഞാനും കറുത്ത ചേട്ടന്മാരോട് ചോദിക്കുന്നത് ഞങ്ങളുടെ ടോണിനൊക്കെ ഒരു ടോൺ താഴെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം മിക്ക സിനിമകളും എനിക്ക് ഞങ്ങൾ പറയും ചേട്ടാ ഇതിലും വേദം ഞങ്ങൾ ഇടാണ്ട് ഇടാണ്ട് പറ്റില്ല, ഇടണം. കാരണം ക്യാമറമാൻ വഴക്ക് പറയുന്നൊക്കെ എന്നിട്ട് കുറച്ചേ ഇടുന്നത്. എന്നെ സംബന്ധിച്ച് ഹണ്ട് എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, അതില് മേക്കപ്പ് ഉണ്ട് എനിക്ക്. അതിൽ അത്യാവശ്യം നന്നായിട്ടാ ഷാജി കൈലാസന്റെ പടം. അപ്പൊ അതില് കേളൊക്കെ ചെയ്ത് ബാക്കി എല്ലാ സിനിമ ഈവൻ ഭീമന്റെ വഴിയാണെങ്കിൽ എല്ലാം മേക്കപ്പ് ഇടണവർക്ക്, പക്ഷെ മേക്ക് ഡൗൺ ആണെന്നേ ഉള്ളൂ. അല്ല ശ്രുതി പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മേക്കപ്പ് ഇട്ട കാലം യൂണിഫോം ഉണ്ട്, കളറുള്ള ഡ്രസ്. ഇവരുടെ പരിപാടി എന്താണെന്നറിയോ, ഇവര് വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോവുമല്ലോ, തുടച്ചു കളഞ്ഞാലോ ചേച്ചി? തുടക്കില്ല, തുടക്കാൻ പറ്റില്ലല്ലോ, ഒരാഗ്രഹമല്ലേ. ഞാൻ പറയട്ടെ, അല്ല അവർക്ക് എന്ത് വേണം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് പറയാലോ. അപ്പൊ ഞാൻ പറയും ഞാനും തുടക്കാൻ ശ്രദ്ധിക്കും, നമ്മൾ പറയും പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്താണ്, അവർക്ക് അതാണ് ഓക്കെ. നേഴ്സ് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ്, RDX എന്നാ നല്ല കഥാപാത്രമായിരുന്നു. അത് ശരിക്കും പറഞ്ഞ ശ്രുതിനെ വിളിക്കുമ്പോൾ അത് നേഴ്സ് ആണെങ്കിൽ കൂടി ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. അതിന് മുന്നേ കുറച്ച് കളർഫുൾ ഡ്രസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ അതിനകത്ത്. കളർഫുൾ ഡ്രസ് അല്ല, എനിക്ക് അതാ ഞാൻ പറയുന്നത്. RDXലെ നേഴ്സ് വെള്ളസാരി ആണല്ലോ, അപ്പൊ ആദ്യം യൂണിഫോം ആയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരെല്ലാം യൂണിഫോം ഇട്ടുകൊണ്ട് നാസിക്ക് എന്നോട് പറഞ്ഞു നീ സാരി ഉടുക്ക്, ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുമല്ലോ എന്നാണ് സാരി തന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്ന ഫ്ലാഷ് ബാക്കിൽ ചുരിദാറാ. ഞാൻ നോക്കിയപ്പോ അത് വെള്ള കളർ. ഞാൻ ഒരു മഞ്ഞയോ പച്ചയോ എന്തെങ്കിലും ഒരു കളറിൽ വെള്ളം ഇട്ടിട്ട് അത് രസമായിരുന്നു. RDX ക്യാരക്ടറിന്റെ പേര് ശ്രുതി എന്നാ. അപ്പൊ നാസിക്ക് എനിക്ക് തോന്നുന്നു എഴുതുമ്പോൾ തന്നെ കുറച്ചാള് നാസിക്ക് എനിക്ക് പരിചയം ഇതുപോലെ ചേട്ടൻ വഴിയാണ്. ചേട്ടൻ ക്വീനിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ നാസിക്ക് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നാസിക്കിന് എനിക്ക് പരിചയമുണ്ട്, പക്ഷെ ഭയങ്കര ഒരു സംസാരിച്ചിട്ടൊന്നുമില്ല ഞങ്ങള്. എന്നെ അറിയാം, നമ്മളിങ്ങനെ ചേട്ടന്റെ കല്യാണത്തിനൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ചേട്ടൻ ഇങ്ങനെ ആരവം എന്ന് പറഞ്ഞിട്ടൊരു പടം ആദ്യം ചെയ്തിട്ട് അത് കണ്ടുപോയി കുറച്ച് സിറ്റുവേഷൻ ആയിട്ട്. അപ്പൊ ആ സിനിമയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ബെസ്റ്റ് വിഷസ് ഒക്കെ അയച്ചിട്ടുണ്ട്. കുറച്ചാൾ കഴിഞ്ഞിട്ട് എന്നെ നാസിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ചേട്ടനെ നമ്പർ വാങ്ങിയിട്ട് ഒരു സിനിമ എഴുതുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇത് ഇപ്പൊ ചേച്ചി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഭരണാടത്തിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയപ്പോ ചേച്ചി കാണുന്നുണ്ട്, നമ്മളെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നുള്ള മൂഡ് ചേച്ചിക്ക് തോന്നിയിരുന്നു. അതേപോലെ RDX ഇറങ്ങിയപ്പോൾ ഇത്രയും സോഫിയ പോൾ മാമിന്റെ പ്രൊഡക്ഷൻ വീക്കെൻഡ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. നാസിക്കയുടെ നമുക്ക് സന്തോഷമായിരുന്നു, നാസിക്ക് ഇത്രയും സ്ട്രഗിളിന് ശേഷം ഒരു പടം ചെയ്തല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്ററിന്റെ റിലീസൊക്കെ ശേഷം നാസിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, അതുപോലെ ശ്രുതി എന്ന് തന്നെയാ പേര്. അപ്പൊ ഞാൻ എന്നെ തന്നെ വെച്ചിട്ട് മനസ്സിൽ വിചാരിച്ച് എഴുതിയ പോലെയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതുപോലെ ഒരു വലിയ ബാനറിലെ സിനിമയാണല്ലോ. കഥ പറയുമ്പോഴും അത്യാവശ്യം ഫ്ലാഷ് ബാക്കിലും ഷെയിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാവരുടെ കൂടെയും കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ചെയ്യാന്നുള്ള അങ്ങനെയാണ് അത് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ദിവ്യ ശ്രുതിയുടെ ഈ വിഷമം സംഗീതിന്റെ അടുത്ത പടത്തിൽ ഫുൾ മേക്കപ്പിൽ അഭിനയിപ്പിക്കാൻ എന്റെ എനിക്കൊരു ഡ്രസ്സ് തന്നിട്ട് ഞാൻ ഓൾട്ടർ ചെയ്യുമ്പോൾ സമ്മതിച്ചില്ല. ഇതാണ് ഇത് മതി. കാര്യം സംഗീതമായിട്ട് ഞാൻ ജീൻസും ഇതുപോലെ കുർത്തയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തേക്ക് അവിടെ ചെന്നപ്പം കറക്റ്റ് ഇതുപോലെ ഫാബിന്റെയിലെ കുർത്തയൊക്കെ അവിടെ ചെന്നപ്പോ കറക്റ്റ് അത് തന്നെ എനിക്ക് എടുത്തു തന്നു. മഷറിക്കായിരുന്നു. അപ്പൊ അവിടുന്ന് ആ ഡ്രസ്സ് തന്നെ ഞാൻ പറഞ്ഞു ഇത് മനഃപൂർവ്വം ഇടി. അതിലും ഇതുപോലെ മേക്കപ്പ് ഒന്നും ഇല്ല, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ശ്രുതിയെ വിളിക്കുന്ന സംവിധായകരുടെ എല്ലാം ശ്രദ്ധിക്കും അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. അതൊക്കെ ഞാൻ അല്ലാണ്ട് ഷൂട്ടിലും അങ്ങനെയൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല കഥാപാത്രങ്ങൾ കിട്ടി. ഞാൻ ഇന്നലെ ചോദിച്ചതാരാ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അല്ല നമ്മുടെ ഭരതനാട്യത്തിന്റെ അസോസിയേറ്റ് ഉണ്ടല്ലോ, ചീഫ് അസോസിയേറ്റ് സാംസൺ. ഇന്നലെ ഞാൻ സാംസണോട് പറഞ്ഞു നിങ്ങൾ സിനിമയിലോ എനിക്കൊരു പൊട്ട് പോലും തന്നില്ല, ഒരു പൊട്ട് പോലും തന്നില്ലെന്ന്. ഞാൻ പൊട്ട് കുത്തി ഒരു സീനിൽ വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞത് ഊരിക്കോ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ സിനിമ മൊത്തത്തിൽ എനിക്ക് പൊട്ടില്ലായിരുന്നു. ഇവള് കള്ളി പൊട്ടൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ട് പോകും, ഷോട്ട് എടുക്കത്തില്ല ആ സമയത്ത്. ഈ ഇന്റർവ്യൂ വരുമ്പം ഭരതനാട്യത്തിലെ കുറെ രഹസ്യങ്ങൾ പുറത്തു വിടുകയാണ്. അപ്പൊ ഞാൻ സാംസണോട് പറഞ്ഞു നിങ്ങളൊരു പൊട്ട് പോലും തന്നില്ല. ഞാൻ കണ്ടു ഇന്റർവ്യൂവിന് മൊത്തം മേക്കപ്പിൽ. ഞാൻ ഇടയ്ക്ക് പറയാം ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ പൊട്ടൊക്കെ തൊടാറുണ്ട്. മുടിയൊക്കെ കിട്ടുമ്പോഴേ ഇച്ചിരി നീറ്റ് കൂടിപ്പോയി ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെയുള്ളൂ. ഭരതനാട്യത്തിൽ ശരിക്കും പച്ചയായിട്ടാ നമ്മളൊരു വീട്ടില്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാരക്ടർ നമ്മൾ എന്താണോ വീട്ടില് നമ്മുടെ ചേച്ചി, നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ അമ്മ, ആ ഒരു ലൈനാ ഫുൾ വേഷവും
എല്ലാം. അപ്പം ഞാൻ സായിച്ചേട്ടനോട് പറയുന്നു, സായികുമാറേട്ടൻ മമ്മൂക്കയുടെ അച്ഛനായിട്ടും ലാലേട്ടൻ്റെ അച്ഛനായിട്ടും വന്ന 2 സിനിമ അവരുടെ കരിയറിൽ ബ്ലോക്ക് ബസ്റ്റർ ആണ്, രാജമാണിക്യവും ചോട്ട മുംബൈ. അപ്പൊ ഇത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും അവർ രണ്ടുപേരും ഉറപ്പായിട്ടും. കാരണം കലചേച്ചി പറഞ്ഞു, സൈജുവേട്ടൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എല്ലാം ഈ കഥയെക്കുറിച്ചാണ്. അത്ര മനോഹരമായ ഒരു കഥ, അത്രയും നല്ല അഭിനേതാക്കൾ. ഒരുപാട് സന്തോഷം ദിവ്യ, ശ്രുതി, ഇത്രയും സമയം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. എന്തായാലും രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മലയാള സിനിമയിലും അതിനപ്പുറത്തേക്കും സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. താങ്ക് യു സോ മച്ച്. ഭരതനാട്യത്തിനും നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you.